ഇല്ലല്ല മ്യൂട്ടില്ല. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്തേക്ക്, സൗണ്ട് വരരുത്. ഓക്കെ ഓക്കെ. അപ്പൊ ഹലോ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, സാധാരണ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാറില്ല. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പുതുവർഷത്തിലെ തുടക്കത്തിലെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ ന്യൂസുകൾ ഇന്ന് രാവിലെ തൊട്ട് വളരെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾക്ക് LIC മാറ്റങ്ങൾ കൊണ്ടുവന്ന് LIC ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്, അതെല്ലാം മാറ്റിക്കൊണ്ട് ഈ ഒരു 2025 എന്ന് പറയുന്ന ഒരു വർഷം, കാരണം ഒരു നൂറ്റാണ്ടിന്റെ കാൽഭാഗം അല്ലെ, ഒരു 21ാം നൂറ്റാണ്ടിന്റെ 25 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കാൽഭാഗം പൂർത്തിയാവുന്ന ഈ 2025 നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുന്ന ന്യൂസുകൾ. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഗിരീഷ് ഏട്ടനുണ്ട്, അതുപോലെ ബിന്ദു മാഡം, നമ്മുടെ പത്തനംതിട്ട ബ്രാഞ്ചിലെ മാഡം ഒക്കെ MDRT ആയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള വോയിസും കാര്യങ്ങളും ഒക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് LIC ഉണ്ട്, പക്ഷെ നമുക്ക് പുറത്തറിയത്തക്ക രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം, അത് അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞ ഒരു ട്രെയിനർ എന്ന നിലയിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പൊ ഈ വർഷം എന്റെ എല്ലാ ശിഷ്യഗണങ്ങളും ഇവിടെ 474 പേര് ഇരിക്കുന്നുണ്ട്. ഇനിയും ആളുകൾ വരുമായിരിക്കാം. 500 പേർക്കാണ് നമുക്ക് ഈ സെഷനിൽ എൻട്രി ഉള്ളൂ. ഞങ്ങൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ടില്ല ഈ ഒരു സെഷൻ. അപ്പോ എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഷന്റെ എൻഡ് വരെ ഇരിക്കണം കേട്ടോ. ഇപ്പോ പല സെഷൻസിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാരണം ഞാൻ പല സെഷൻസ് നടത്തുമ്പോൾ ചില കോഴ്സുകളൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തില്ലതെന്ന് എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല, പക്ഷെ എൻഡ് വരെ ഇരിക്കണം. കാരണം ഇന്ന് എൻഡ് വരെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ബമ്പർ ലോട്ടറി ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ കേരളത്തിൽ ഒരു ട്രെയിനറും ചെയ്യാത്ത ഒരു ബമ്പർ ലോട്ടറി ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഈ കോഴ്സൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഇവിടെ കാണുക 480 എന്നൊക്കെ കാണും. ഞാൻ കോഴ്സിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ പടപടപടോന്ന് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിയിട്ട് അതിന്റെ ബാറ്ററി ഇങ്ങനെ ഇറങ്ങി പോണ പോലെ കുറെ ആൾക്കാർ ഓടിപ്പോകും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ആരെയും നമ്മൾ പിടിച്ചു കൊണ്ടുവരുന്നില്ല. കേരളത്തില് ട്രെയിനിങ്ങിന് വേണ്ടി ഏറ്റവും കുറവ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു ട്രെയിനറാണ് ഞാൻ അങ്ങനെ എന്റെ ട്രെയിനിങ്ങിന് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പോയി മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്രീ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന മാത്രം ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളുള്ളൂ. കുറവുകളൊക്കെ ക്ഷമിക്കുക. എൻഡ് വരെ ഈ സെഷനകത്ത് ഇരിക്കുക. അതൊരു വർത്തായിട്ടുള്ള സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുങ്ങി ഇറങ്ങിയാൽ പാതി തീർന്നു എന്നാ പറയാ. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ പാതി നമ്മളുടെ എഫേർട്ട് അവസാനിക്കുന്ന പറയാം. അതുകൊണ്ട് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടി എല്ലാവരും തയ്യാറാവുക. അപ്പോ ഒരുക്കം 2025 അല്ലെ, ആരൊക്കെ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട് 2025 ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ജിമ്മിന് പോകും, 2025 ഞാൻ അത് നിർത്തും ഇത് നിർത്തും എന്നൊക്കെ പറഞ്ഞ് റെസൊല്യൂഷൻ എടുത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സാധാരണ ഏറ്റവും കൂടുതൽ ജിമ്മിലൊക്കെ തിരക്ക് വരിക 1-ാം തീയതി അത്രേ. ഇപ്പൊ പല ആളുകളും അങ്ങനെ പല റെസൊല്യൂഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് എടുക്കേണ്ട ഒരു റെസൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ അത് നിങ്ങൾ എന്താണോ LICയിൽ ഇതുവരെ, ഇപ്പൊ നമുക്ക് ഇവിടെ ബിന്ദു മാഡം വന്ന് പറഞ്ഞ പോലെ, ഇന്നലെ മാഡം പറഞ്ഞ പോലെ MDRT ആണെങ്കിൽ MDRT എന്തിനെങ്കിലും ഈ വർഷം നിങ്ങൾ ഒരുങ്ങി ഇറങ്ങിക്കോണം. ഇവിടെ COT എന്നൊക്കെ കാണുന്നുണ്ട്, സന്തോഷം. ഒരുങ്ങി ഇറങ്ങുക എന്ന് പറയില്ലേ, അപ്പൊ അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ 2025 നമ്മൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ ഓടി തുടങ്ങി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയ ലക്ഷ്യം ഈ വർഷം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ ഞാൻ ഓടി തുടങ്ങി. ഏകദേശം ഒരു 1.5 ലക്ഷം പ്രീമിയം കളക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 1-ാം തീയതി തന്നെ ഓടി തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങളും എന്റെ കൂട്ടത്തിൽ ഈ വർഷം ഓടാനുണ്ടാവും എന്നുള്ള ഒരു സംഗതി. അപ്പൊ 2025 MDRTയിൽ കുറഞ്ഞൊരു ലക്ഷ്യം ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാളും സെറ്റ് ചെയ്യരുത്. ആയില്ലേ, പക്ഷെ ലക്ഷ്യമില്ലാത്തവർക്ക് എവിടെയും എത്താൻ കഴിയില്ല. അപ്പൊ MDRTയിൽ കുറഞ്ഞൊരു ലക്ഷ്യം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാളും സെറ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾ MDRTയെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട. ലവ് ദ പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ടാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് റിസൾട്ട് വന്നോളും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുക. ഒരു പോളിസി കിട്ടാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ബിന്ദു മാഡം പറഞ്ഞ പോലെ ആ പോളിസി കിട്ടാൻ ഒരു പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ ചായ വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അവിയൽ വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സിന് ഇഷ്ടപ്പെട്ടാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിസൾട്ട് വന്നോളും. അപ്പൊ MDRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബാലികേറ മലയൊന്നും അല്ല. അത് 6 തവണ അച്ചീവ് ചെയ്ത ഒരാളാണ് ഞാൻ. ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അതിനേക്കാളൊക്കെ എല്ലാ വർഷവും MDRT ആവുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ലക്ഷ്യം കൃത്യമായിട്ട് വെക്കുക. അപ്പൊ ടാർഗറ്റ് ഒക്കെ നോക്കി വെച്ചോളൂ. MDRTയുടെ ടാർഗറ്റ് എത്രയാ?
ഈ വർഷത്തെ ടാർഗറ്റ് നിങ്ങൾ ഇവിടെ ഉണ്ട്, MDRTയുടെ ടാർഗറ്റ് ഉണ്ട്, നോക്കിക്കോളൂ. കമ്മീഷൻ ആണെങ്കിൽ MDRTക്ക് 11,32,600. 11,32,600 ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയുള്ള അതിന്റെ കമ്മീഷനായിട്ട് നമ്മൾ വാങ്ങിക്കണം. ദെൻ പ്രീമിയം ആണെങ്കിലോ 45,30,400. ഞാൻ MDRT മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഇവിടെ വലിയ ടാർഗറ്റുകളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. COT TOTയുടെ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. MDRT കമ്മീഷൻ 11,32,600, പ്രീമിയം ആണെങ്കിൽ 45,30,400. ഈ രണ്ട് സാധനം നിങ്ങൾ എഴുതി വെക്കുക. ഈ രണ്ട് ഫിഗറിലായിരിക്കണം ഈ വർഷം മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, ഇതിനെ പ്രേമിക്കുക. 11,32,600 എന്ന് പറയുന്ന ആ ഒരു കമ്മീഷൻ ഫിഗറിനെയും 45,30,400 എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം ഫിഗറിനെയും നിങ്ങൾ അഗാധമായിട്ട് പ്രണയിച്ചോണം. ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെ പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള അവസരമുണ്ട്. MDRTക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട, അങ്ങനെ ചിന്ത പോണ്ട. ഈ 11,32,600നെയും 45,30,400നെയും ജനുവരി 1-ാം തീയതി തൊട്ട് ഡിസംബർ 31 വരെ എല്ലാ ദിവസവും മുഹൂർത്തമുണ്ട്, എല്ലാ ടൈമിലും മുഹൂർത്തമുണ്ട്. ഏത് മുഹൂർത്തമാണോ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് അത് ഇതിനിടയ്ക്ക് വെച്ച് ഫിക്സ് ചെയ്തോണം. അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങിക്കോണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഞാൻ COT TOT ഒന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് വെച്ചോളൂ. അപ്പൊ കരിയർ ഫോർ സക്സസ് അല്ലെ. അപ്പൊ നമുക്ക് LIC ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കരിയറാണ്. ഒരു കരിയറിൽ സക്സസ് ഉണ്ടാവാൻ നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കരിയറിൽ നിങ്ങൾ സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന 4 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്ക്, എല്ലാവരും ഓടി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പിക്ചർ ഞാൻ ആപ്റ്റ് ആയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, കാരണം MDRTക്ക് വേണ്ടി എല്ലാവരും ഓടി തുടങ്ങിയിട്ടുണ്ട്. മുഹൂർത്തം ഫിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓടി തുടങ്ങിയിട്ടുണ്ട്. 1-ാം തീയതി തന്നെ ഓടി തുടങ്ങിയ ആൾക്കാരാണ്. അപ്പൊ കരിയർ സക്സസിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മൾ ആരും തന്നെ സ്വമേധയാ തെരഞ്ഞെടുത്തൊരു ജോലിയൊന്നും ആയിരിക്കില്ല LIC ഏജൻസി. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. പല റീസൺസ്, പല ആളുകൾ അല്ലെ, പല സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു LIC ഏജന്റ് ആയിട്ട് പോളിസി പിടിക്കത്തക്ക രീതിയിലുള്ള അഭിരുചിയൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ഇനി അത് എന്തുണ്ടാവണം? അഭിരുചി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമുക്കൊരു ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ അടുത്ത് പല ആളുകളും ഒരു ട്രെയിനർ എന്ന നിലയിൽ എന്നോട് ചോദിക്കാറുണ്ട്, ബൈജു സാർ ഇവിടെ പോയിട്ട് ട്രെയിനിങ് പഠിച്ചിരിക്കുന്നത്, ആരായിരുന്നു നിങ്ങളുടെ ട്രെയിനിങ് പഠിപ്പിച്ചു തന്ന മെന്റർ ആരാണ്? ഇപ്പൊ ട്രെയിനേഴ്സ് ട്രെയിനിങ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ഇൻബോൺ ട്രെയിനറാണ്, ട്രെയിനിങ്ങിന് പോയിട്ടില്ല. ഞാൻ എവിടെയും ട്രെയിനിങ് ആകെ ആശങ്കയാണ്, കാലം അങ്ങനെ വെക്കാം, കണ്ണിങ്ങനെ തുറച്ചു നോക്കരുത് എന്ന് അവിടെയുള്ള ആൾക്കാർ പറയും. പക്ഷെ അതിനോടൊരു അഭിരുചി ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും നോക്കൂ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു LIC ഏജന്റ് എന്ന നിലയിൽ അത് ചെയ്യാവുന്ന പ്രവൃത്തിയോട് ഒരു അഭിരുചി ഉണ്ടാവും. ഇതിനെ മിനുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ 2025-ൽ. ചിലർക്കൊക്കെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഈ അഭിരുചി നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനെ മിനുക്കിയെടുത്ത് മുന്നോട്ട് എവറി ഡേ ആ ആയുധത്തെ മൂർച്ച കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരുക്കം നമ്മുടെ കരിയറിൽ സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇനി നിങ്ങൾക്ക് അഭിരുചി അങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. കാരണം ഇത് നമ്മളുടെ കൂടെ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും ഒരു ഇൻഷുറൻസ് അഡ്വൈസറെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? അതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്തോണം. ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കണം. ദെൻ സെക്കൻഡ് പാർട്ട് ഈസ് പേഴ്സണാലിറ്റി അല്ലെ. പേഴ്സണാലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്നത്തെ കാലത്ത് ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ആവണമെങ്കിൽ ഒരു നല്ല പേഴ്സണാലിറ്റി വെച്ചോണം. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പോളിസി കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫീൽഡിൽ, നമ്മളുടെ ബിസിനസ്സിൽ വളരെയധികം സ്വാധീനിക്കും. അതുകൊണ്ട് നല്ല പേഴ്സണാലിറ്റി നിങ്ങൾ കൊണ്ടു നടക്കുക. അറിയാലോ, വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊക്കെയാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഒരു നല്ല ഇൻഷുറൻസ് ഏജന്റ് ആവാൻ കൊണ്ടു നടക്കേണ്ട വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. അത് എവിടെയെങ്കിലുമൊക്കെ എനിക്ക് സാറേ 75% ഉള്ളൂ, 60% ഉള്ളൂ എന്നൊക്കെ അത് നോട്ടത്തിലും നടപ്പിലും ഭാവത്തിലും രൂപത്തിലും നമ്മൾ കൊണ്ടു നടക്കുന്ന സാധനങ്ങളിലും ഒക്കെ എന്ത് ചെയ്തോണം? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമല്ല, ബൈജുവിന് മാത്രമല്ല, ഞാൻ കൊണ്ടു നടക്കുന്ന ഓരോ ടൂൾസിലും നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് നടന്നോണം. കരിയർ സക്സസിന് നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ 2025 ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്. ദെൻ ഇൻട്രസ്റ്റ് അല്ലെ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് ചെയ്യുന്ന തൊഴിലിനോട് ഒരു താല്പര്യം നന്നായിട്ട് ഉണ്ടാവണം. പല ഇൻഷുറൻസ് ഏജന്റും നോക്കൂ സക്സസ് ആവാത്തത് എന്തുകൊണ്ട്? ഈ താല്പര്യം പല ഘട്ടങ്ങളിൽ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും, ഇല്ല ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും. അങ്ങനെ പാടില്ല. നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ തൊഴിലിനുള്ള നോക്കൂ, ദൈവം
പറയും അത് ഞാൻ ചെയ്യുന്ന ജോലിയാണെന്ന്. അപ്പൊ ഈ താല്പര്യം നമ്മൾ എന്തായാലും ഇത് തെരഞ്ഞെടുത്തില്ലേ, ഈ LIC ഏജൻസി എന്ന് പറയുന്ന തൊഴിൽ നമ്മൾ തെരഞ്ഞെടുത്തുള്ള താല്പര്യം നമ്മൾ എല്ലാ സമയത്തും ഒരു പ്രണയം പോലെ LIC ഏജന്റ് ഇവിടെ ബാഗ് പിടിച്ചിട്ട് ഞാനാണെന്ന് തന്നെ വിചാരിച്ചോ, ഇവിടെ കണ്ടില്ലേ ഒരു പ്രേമം, അതിങ്ങനെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മൾ എന്നും പ്രണയിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു താല്പര്യം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ദെൻ ഇൻഡസ്ട്രി അവയർനെസ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് സമയം കുരുങ്ങിക്കിടന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലേ. ഒരു നവംബറൊക്കെ ആയപ്പോൾ നമ്മൾ കുരുങ്ങിക്കിടന്ന 4ാമത്തെ സംഗതി എന്തായിരുന്നു? ഇൻഡസ്ട്രി നോളേജ് ഓർ ഇൻഡസ്ട്രി അവയർനെസ്. നോക്കൂ, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ വന്നൊരു വർഷമായിരുന്നു 2024. പല ആശങ്കകൾക്കും വഴിവെച്ചുകൊണ്ട് പല മാറ്റങ്ങളും നമ്മളുടെ മുന്നിൽ വന്നു. പക്ഷെ ഭാഗ്യം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയ സമയം കൊണ്ട് അത് നമുക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേട്ട പല ന്യൂസുകളും അല്ലേ. അപ്പൊ ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലോർ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു മേഖലയാണ് നമ്മളുടെ. ദെൻ പിന്നെന്താ? സ്റ്റേയിങ് ഹെഡ് ഓഫ് കോമ്പറ്റീഷൻ. ധാരാളം മത്സരങ്ങൾ ഉണ്ടാവും. മത്സരാധിഷ്ഠിത ഒരു വിപണിയിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. ബാങ്കുകൾ നമുക്ക് കോമ്പറ്റീഷൻ ആവും, ഓൺലൈൻ ചാനൽ കോമ്പറ്റീഷൻ ആവും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏജന്റ് നമുക്ക് കോമ്പറ്റീഷൻ ആവും. പക്ഷെ എന്തൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായാലും ഫാമിലി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വളരെ എന്താ പറയാ ആ ഒരു സംഗതി നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളൊന്നും നമുക്ക് വലിയൊരു ചാലഞ്ച് ആയിട്ട് മാറില്ല. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടാവും, അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോണം. കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ ജോർജ് സാറെ കംപ്ലൈന്റ് പറഞ്ഞിരുന്ന ഒരു സംഗതിയായിരുന്നു അല്ലെ. റെഗുലേറ്ററി ചേഞ്ചസ് വന്നപ്പോൾ നമ്മൾ ധാരാളം കംപ്ലൈൻസ് അല്ലെ നമുക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ആ മാസങ്ങളിലൊക്കെ നമ്മൾ പണിയെടുത്ത് 10-15 പോളിസി ചേഞ്ച് വന്നപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, LICയിൽ നമ്മൾ കാണാൻ പോകുന്ന മാറ്റത്തിന്റെ 20% മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ റെഗുലേഷൻസ് ഒക്കെ വരും. അവയർനെസ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മുടെ തൊഴിൽ നമുക്ക് സെക്യൂർഡ് ആവണം, നമ്മുടെ ഇൻകം നമുക്ക് സെക്യൂർഡ് ആവണം, നമ്മുടെ ഫാമിലി നമുക്ക് സെക്യൂർഡ് ആവണം. അതിനെ എങ്ങനെ സെക്യൂർഡ് ആയിട്ട് ഈ മാറ്റങ്ങൾക്കിടയിലും ഈ ചാലഞ്ചസിനിടയിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കിടയിലും എങ്ങനെ സന്തോഷത്തോടു കൂടി ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ 4ാമതായിട്ട് പഠിച്ചിരിക്കുന്നത്. ഫോർത്ത് പോയിന്റ് ഈസ് ഇൻഡസ്ട്രി അവയർനെസ് ഓർ ഇൻഡസ്ട്രി നോളേജ്. എന്ത് സംഭവിക്കണം, അതിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയുധങ്ങൾക്കെന്നും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ പുറത്ത് ഒരു പഠനം നടത്തിയേ പറ്റൂ. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി നോളേജ്, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നല്ല താല്പര്യം ഉണ്ടാവണം. നമ്മുടെ പേഴ്സണാലിറ്റി, കാരണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മറ്റുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പൈസ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ആ ഒരു പേഴ്സണാലിറ്റി, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ കീപ്പ് ചെയ്തോണം. അഭിരുചികൾ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നോണം. കാരണം ധാരാളം ചാലഞ്ചസ് ഉണ്ട്. ഇനി നമ്മൾ അഭിരുചിയൊക്കെ നേടിയിട്ട് വന്നതൊന്നുമല്ല ഈ മേഖലയ്ക്ക്. എങ്ങനെയൊക്കെ യാദൃശ്ചികമായി വന്നുപെട്ടു. പക്ഷെ അതിനുള്ളിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരുങ്ങി ഇറങ്ങുമ്പോൾ 2025 നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധ വേണം. ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി അവയർനെസ് ഓർ ഇൻഡസ്ട്രി നോളേജ്. ഇനിയും ധാരാളം മാറ്റങ്ങൾ നമ്മുടെ മേഖലയിൽ വരും. പക്ഷെ അതൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് പലതും നേടിയെടുക്കാവുന്നേ ഉള്ളൂ അല്ലെ. നാച്ച് 3 മാസമാക്കി വീണ്ടും തിരിച്ച് അതേപടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ 5 ലക്ഷത്തിന് മേലെയുള്ള സമ്മഷോർഡിനകത്ത് 6ാമത്തെ വർഷം പ്രീമിയം അടയ്ക്കുമ്പോൾ 2% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ആ 5 ലക്ഷത്തിൽ നിന്ന് അത് ഇന്ന് വന്ന ന്യൂസിൽ 2 ലക്ഷമായിട്ട്, 2 ലക്ഷത്തിന്റെ പോളിസിക്ക് മേലെ നമുക്ക് 2 ലക്ഷത്തിൽ താഴെ പോളിസിയിൽ, അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് പോളിസി കുറയുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ഉണ്ടായാൽ നമുക്ക് ആ ഒരു മൈക്രോ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. ധാരാളം ചേഞ്ചസ്. അതുപോലെ നോക്കും, നിങ്ങളൊരു പോളിസി ആക്ടിവേഷൻ നടത്തിയാൽ മതി. ഒരു LIC ഏജന്റ് എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കോഡ് ഡീആക്ടിവേറ്റ് ആയിട്ട്, ആരുടെ കോഡും അങ്ങനെ ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് മാത്രം നടത്തിയാൽ 2 ലക്ഷം രൂപയുടെ ആയിക്കോട്ടെ, LIC ഏജന്റിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മഹത്തായ സ്ഥാപനം അങ്ങനെയും ആക്ടിവേഷൻ ചെയ്താൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സർക്കുലർ ആയിട്ട് വരും. പക്ഷെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു ആശ്ചര്യം ഉണ്ടാവും ഈ ഒരു സ്ലൈഡ് ഇവിടെ കാണുമ്പോൾ അല്ലെ. ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ
ശബരിമല കാലമാണ്, മകരവിളക്കൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അയ്യപ്പനെ കാണണമെങ്കിൽ എത്ര പടി ചവിട്ടണം? ശബരിമലയ്ക്കൊക്കെ പോയ ആളുകളും പോകുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? ശബരിമല അയ്യപ്പ സ്വാമിയെ കാണണമെങ്കിൽ എത്ര പടി ചവിട്ടി കടന്നാലാ അയ്യപ്പ സ്വാമിയെ കാണാൻ പറ്റുക? 18 പടി കയറണം അല്ലേ? 18 പടി കയറിയാലേ നമ്മള് വ്രതമൊക്കെ എടുത്ത് 18 പടിയൊക്കെ കയറി ചെന്നാലേ അവിടെ ചെന്ന് ആ 18ാം പടിയൊക്കെ കയറി കഴിഞ്ഞാലേ അയ്യപ്പനെ തൊഴാൻ പറ്റുള്ളൂ. പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മളുടെ കസ്റ്റമർ ആകുന്ന ഭഗവാനെ നമുക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ 18 പടി കയറണ്ട, ഞാനൊരു 10 കുറച്ച് പറയാം, ബാക്കി 8. ഇനി ഞാൻ പറയാൻ പോകുന്ന 8 പടികൾ നിങ്ങൾ വിജയകരമായിട്ട് 2025 കയറുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചേർത്ത ഒരു പോളിസിയിൽ 6ാമത്തെ വർഷവും കസ്റ്റമർ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2% എക്സ്ട്രാ കമ്മീഷൻ കിട്ടും. ആ 2% എക്സ്ട്രാ കമ്മീഷൻ 6ാമത്തെ കൊല്ലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 8 പടികൾ വളരെ ആവേശത്തോടുകൂടി, വളരെ ഉന്മേഷത്തോടുകൂടി, വളരെ അറിവോടുകൂടി, വളരെ സ്കില്ലോടുകൂടി നിങ്ങൾ കയറിയാൽ മതി. അയ്യപ്പനെ കാണാൻ 18 പടി കയറണം, വ്രതം എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം അല്ലെ, അങ്ങനെയൊക്കെ വേണം. പക്ഷെ ഇവിടെ നിങ്ങളുടെ കസ്റ്റമർ ആകുന്ന ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സ്വതസിദ്ധമായിട്ട് നമുക്ക് കാണാൻ 8 പടികൾ കയറിയാൽ മതി. ഈ 8 പടികൾ എന്താണെന്ന് നിങ്ങൾ 2025 കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കൃത്യതയോടുകൂടി മുന്നോട്ട് പോയാൽ LIC നമ്മളുടെ മുന്നിൽ വെച്ചിട്ടുള്ള 6ാമത്തെ വർഷവും നമ്മളുടെ കസ്റ്റമർ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ അതിന്റെ 2% കമ്മീഷൻ എക്സ്ട്രാ തരാന്ന് പറയുകയാണെങ്കിൽ അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം, നമ്മൾ കൊടുക്കുന്ന പോളിസിയിൽ എത്ര പേർ 6ാമത്തെ വർഷത്തെ പ്രീമിയം അടയ്ക്കുന്നു എന്നുള്ളത്. ഞാൻ എന്നും പാടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എന്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ. ആദ്യത്തെ പ്രീമിയം കളക്ട് ചെയ്യലല്ല ഒരു LIC ഏജന്റിന്റെ ക്വാളിറ്റി. നമ്മൾ കൊടുത്ത പോളിസിയിൽ കസ്റ്റമർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവസാനത്തെ ചെക്ക് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നും, പക്ഷെ ആ ഒരു കാര്യം ഞാൻ എന്നും എല്ലാവരോടും പറയാറുള്ളതാണ്. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന 8 പടികൾ 2025 നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറെ നമ്മളിലേക്ക് ഒരു കാന്തം കൊണ്ടുവച്ച് ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നമ്മൾ ആകർഷിച്ചോണം. ലീഡ് ജനറേഷൻ എന്ന് പറയും. ദയവ് ചെയ്ത് ഈ വർഷം നിങ്ങൾ MDRT ആവാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തോന്നിയ പോലെ കസ്റ്റമറെ കാണരുത്. കണ്ടവരോടൊക്കെ പോളിസി ചോദിക്കാതെ, ആരോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു നമ്മളൊരു ടാർഗറ്റ് കിട്ടുന്നതക്ക രീതിയിൽ ലീഡ് ജനറേഷൻ, അതായത് ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആരാണോ മാർക്കറ്റിൽ കാപ്പബിലിറ്റി ഉള്ളത് അവര് നമ്മളുടെ അടുത്തേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തോണം അല്ലെ. അത് സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ, നോട്ടീസ് ആയിക്കോട്ടെ, 5 ഫിംഗർ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ടെലികോളിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ ഹോൾഡ് വെച്ചിട്ടായിക്കോട്ടെ, പത്രത്തിൽ നോട്ടീസ് വെച്ചിട്ടായിക്കോട്ടെ അല്ലെ. അപ്പൊ എങ്ങനെ പോയാലും ലീഡ് ജനറേറ്റ് ചെയ്യണം. അതായത് ബൈജു വിൽക്കുന്ന പ്രോഡക്റ്റ്, അതായത് ബിന്ദു മാഡം വിൽക്കുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജോയ് സാർ വിൽക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാൻ ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിക്കണം. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു സെല്ലേഴ്സ് മാർക്കറ്റിലാണ്. വി ആർ നോട്ട് ഇൻ ദ ബയേഴ്സ് മാർക്കറ്റ് അല്ലെ. അപ്പൊ സെല്ലേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ അങ്ങോട്ട് ചെന്ന് വിൽക്കുകയാണ്. സ്വമേധയാ കുറെ പേര് വാങ്ങാൻ വരും. അപ്പൊ സ്വമേധയാ കുറെ പേര് വാങ്ങത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ കുറേ ആക്ടിവിറ്റീസ് നോക്കൂ. ഈ വർഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ഓക്കെ, നിരഞ്ജന വോയിസ് ഓക്കെ അല്ലേ? അല്ലേ ഹരി, വോയിസ് ഓക്കെ അല്ലേ? ഹലോ, വോയിസ് ഓക്കെ അല്ല? നോ എന്ന് പറയുന്നുണ്ടല്ലോ കുറെ പേര്. ഹരി ഇല്ലേ? ഹരി ഇവിടെ ഇത് വെച്ച് കേട്ടിട്ട് മിണ്ടാതെ പോവാൻ തോന്നുന്നു. വോയിസ് ചെക്ക് ആവുന്നുണ്ടോ? ഹരി ഒന്ന് ഫോണിൽ വിളിക്കും, ക്ലാസ് വെച്ച് എവിടേക്കും പോയിണ്ടാവും. ഓക്കെ, ഇടയ്ക്ക് ചിലത് സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലര് കുറച്ചു പേർക്ക് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, കുറച്ചു പേര് സ്റ്റക്ക് ആവുമെന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ പീക്ക് ടൈം ആയതുകൊണ്ട് ഇന്റർനെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്കിവിടെ രണ്ട് ഇന്റർനെറ്റും വലിയ കുഴപ്പമില്ല. ഇന്ററപ്ഷൻസ് വരുന്നുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, എന്തായാലും അപ്പൊ ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ലീഡ് ജനറേഷൻ വരത്തക്ക രീതിയിൽ നിങ്ങൾ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ കുറെ പേര്. വിളിച്ച് കിട്ടുന്നില്ലേ?
ഓക്കെ, അപ്പൊ റെഡിയാണ്. അപ്പൊ കുറച്ചു പേർക്ക് അതെന്തോ വിഷയം വരുന്നുണ്ട്, നോക്കാം. അപ്പോ ലീഡ് ജനറേഷന് വേണ്ടി വർക്ക് ചെയ്യുക. ആരെങ്കിലും ഒക്കെ ചെന്ന് പോളിസിക്ക് വേണ്ടി കാണുന്നതിന് പകരം നിങ്ങൾ ഭംഗിയായിട്ടുള്ള നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് ബിസിനസ് എവിടെയാണോ വരാൻ കിട്ടുന്ന അവിടെ നമ്മൾ ആക്ടിവിറ്റീസ് നിറയെ ചെയ്യുക. പോളിസി കിട്ടിയോ കിട്ടിയില്ലേ, എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിന്റെ വോളിയം കുറയ്ക്കരുത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലർക്കും ബിസിനസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആക്ടിവിറ്റി കുറച്ചിട്ടുണ്ടാവും. കാരണം ബിസിനസ് ഓട്ടോമാറ്റിക് വരും. കാരണം നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയെ റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്യുക, ബ്രോഷർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ലീഡ് ജനറേറ്റ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ പടി എന്താണ്? നമ്മളിപ്പോ നോക്ക്, ഉത്സവ സീസണൊക്കെ വരുന്ന നോട്ടീസും പരസ്യങ്ങളൊക്കെ ധാരാളം വരുന്ന സാഹചര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിലൊക്കെ നിങ്ങളുടെ ആഡ് പോട്ടെ, കുറച്ചു പേരെങ്കിലും അത് കണ്ടിട്ട് നിങ്ങൾക്ക് പോളിസി എടുക്കത്തക്ക രീതിയിൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്ക് ഈ സംഗതി പൊയ്ക്കോളും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ലീഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോസ്പെക്ടിങ് നടത്താവൂ. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? കൃത്യമായിട്ട് ലീഡ് ജനറേഷൻ നടക്കാത്തത് കൊണ്ട് കാണുന്ന ആളുകളെയൊക്കെ പ്രോസ്പെക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളുടെ സമയം ധാരാളം വേസ്റ്റ് ആയിട്ട് പോകും. കാരണം ആരൊക്കെയാണ് പോളിസി തരിക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചോണം ഈ വർഷം? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്താ? ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു 3 പേരെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പോളിസി കിട്ടും. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എത്ര പേരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൾ ചേരും. നിങ്ങൾ എത്ര പേരെ കണ്ടു കഴിഞ്ഞാൽ, ചിലർക്ക് അത് 5 പേരെ കണ്ടു കഴിഞ്ഞാൽ ഒരാളായിരിക്കും, ചിലർക്ക് അത് 10 പേരെ കണ്ടാൽ ഒരാളായിരിക്കും, ചിലർക്ക് 20 പേരെ കണ്ടാൽ ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോസ്പെക്ടിങ് നടത്തുന്ന സമയത്ത് നമ്മളുടെ പ്രോഡക്റ്റും സർവീസും വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിലൂടെ പോണം. ലീഡ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രോസ്പെക്റ്റിനെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഉള്ള പ്രോസ്പെക്റ്റിനെ കിട്ടില്ല, നമുക്ക് പ്രോസ്പെക്റ്റിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നോട്ടീസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം 10-15 ആളുകൾക്ക് കൊടുക്കുക. അത് വിദ്യാഭ്യാസത്തെ കുറിച്ചോ ഇനി പെൻഷനെ കുറിച്ചോ എന്തായാലും കുഴപ്പമില്ല. അപ്പോ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ കാര്യം. പല LIC ഏജൻസിനുമുള്ള പ്രശ്നം ഈ ഒരു പ്രോസ്പെക്ടിങ് പൈപ്പ് ലൈനിനകത്ത് ആളുകളുടെ എണ്ണം കുറവായിരിക്കും. പ്രോസ്പെക്ടിങ് ഫണൽ എന്നൊക്കെ പറയില്ലേ, പ്രോസ്പെക്ടിങ് ഫണലിനകത്ത് ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രോസ്പെക്ടിങ് ഇല്ല എങ്കിൽ എന്ത് ചെയ്തോണം? 100 പൊക്കണം. എടുക്കുക, ഒരു 100 പേരെ ചെന്ന് കാണുക, ഉറപ്പിക്കുക അവരെടുക്കില്ല, പോളിസി എടുക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പ്രോസസ്സിന് ഇഷ്ടപ്പെടാൻ. അപ്പൊ 100 പേരെ നിങ്ങൾ ചെന്ന് കാണുന്ന ആ പ്രോസസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? പ്രോസ്പെക്ടിങ്ങിലേക്ക് ഇറങ്ങും. കാരണം ഒരു LIC ഏജന്റിന്റെ, ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ ഓക്സിജൻ എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്. പ്രോസ്പെക്ടിങ് കുറെ ദിവസങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തെളിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകാം. മൂന്നാമത്തെ എന്താ? നീ പ്രോസ്പെക്ടിങ് നടത്തി, നമ്മുടെ പ്രോസ്പെക്ടിങ് ലിസ്റ്റിൽ ഓക്കെ അയാളെ ചെന്ന് കാണാം എന്നുള്ള നമ്മളെ സംഗതികൾ കാര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തോണം? പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കോണ്ടാക്ട് ആണ്. ഒരു കസ്റ്റമറെ, ഒരു പ്രോസ്പെക്റ്റിനെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഇനീഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇല്ലേ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തോണം. ഓക്കെ, ഇതിനകത്തെ മറ്റേ ഓക്കെ, ബാക്കിയുള്ള നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്റെ കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇനീഷ്യൽ കോണ്ടാക്ട്, ഒരു കസ്റ്റമറെ ഇനീഷ്യലി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചോണം. ഇല്ലേ, നമ്മളിപ്പോ നോക്കൂ, ലീഡ് ജനറേറ്റ് ചെയ്തു, പ്രോസ്പെക്ടിങ് നടത്തി, ഇല്ലേ, പ്രോസ്പെക്ടിങ് ലിസ്റ്റ് അയാളെ വെച്ചു, പ്രോസ്പെക്ടിങ് നടത്തി, ഇനീഷ്യൽ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഒരു കസ്റ്റമറെ ആദ്യമായി കാണുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ, നേരത്തെ ബിന്ദു മേഡം പറഞ്ഞിരുന്നു അല്ലെ, തെങ്ങ് ചെത്താൻ കയറിയ ആളെ പോലും നമ്മൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ തെങ്ങ് ചെത്താനുള്ള കഴിവ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടുമെന്ന്. അവിടെ എന്താ നമ്മൾ പറയാതെ പറഞ്ഞത്? സ്കിൽ പ്രൊട്ടക്ഷനെ കുറിച്ചാ. കാരണം ഇന്ന് വരുമാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കഴിവിനെ ആശ്രയിച്ചായിരിക്കുന്നത്, നോളേജിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. പക്ഷെ വരുമാനം കിട്ടണമെങ്കിൽ, ഈ കഴിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അറിവും വേണം. ഈ അറിവിനെ നിത്യേന നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ അറിവ് കഴിവായിട്ട് മാറുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ആളുകളോട് പറയുന്ന കാര്യം എന്താ? നിങ്ങളുടെ പൈസ ഉണ്ടാക്കാനുള്ള കഴിവിനെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്തോണം.
അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങണം ഇനീഷ്യൽ കോണ്ടാക്ടിൽ. അല്ലാണ്ട് ഓടിപ്പോയിട്ട് എന്റെ കയ്യിൽ 5 കൊല്ലം തൊട്ട് 16 കൊല്ലം വരെ അടയ്ക്കുന്ന ജീവൻ ഉത്സവം എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്, നിങ്ങളുടെ വീട് ഉത്സവമാക്കണ്ടേന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമ്മതിക്കില്ല. അവരുടെ നെഞ്ചിൽ തറയ്ക്കത്തക്ക രീതിയിലുള്ള കുറെ ഡയലോഗുകൾ പറയാൻ നമുക്ക് അറിയണം. ഫിനാൻഷ്യൽ ഡാംസും ഇല്ലേ, എന്താ പറയാ, പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ്, പെനാൽറ്റി മേക്കിംഗ് പാരന്റ്, ഫിനാൻഷ്യൽ ഡാംസ്, നിങ്ങൾക്കറിയാവുന്ന ഡാമുകളെ കുറിച്ച് പറയൂ. അപ്പൊ അവർ കുറച്ച് ഡാമിന്റെ പേര് പറയും, എന്തിനാ ഡാമിന്റെ കോൺസെപ്റ്റ് എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ അവരുടെ മനസ്സിനകത്തേക്ക് ഇന്ന് വരെ കണ്ടിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റും പറയാത്ത കുറെ ഡയലോഗുകൾ കിങ്ങിൽ മമ്മൂട്ടിയൊക്കെ പറയില്ലേ, കമ്മീഷണറിൽ സുരേഷ് ഗോപിയൊക്കെ പറയുന്ന പോലെ നല്ല കിടിലൻ ഡയലോഗ് പറഞ്ഞോണം. അങ്ങനെ കേരളത്തിൽ നിങ്ങൾക്ക് കിടിലൻ ഡയലോഗ് പറഞ്ഞു തരുന്ന ഒരേ ഒരു ട്രെയിനറേ ഉള്ളൂ, അത് ബൈജു എം എസ് ആ. ആർക്കെങ്കിലും സംശയമുണ്ടോ? എനി ഡൗട്ട് ഇൻ ദാറ്റ്? ഇല്ല, ഞാൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കിടിലൻ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നാലും അയ്യോ ആ ചങ്ങാതി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, ഉള്ളത് പേടിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എങ്കിലൊക്കെ ഒരു കോണ്ടാക്ടില് കസ്റ്റമറുമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞോണം. ദാറ്റ് ഈസ് ഇനീഷ്യൽ കോണ്ടാക്ട്. അല്ലാതെ അവിടെ ചെന്നിട്ട് ഞാൻ ഇത്ര അടച്ചു കഴിഞ്ഞാൽ ഇത്ര കിട്ടും, 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം എന്നുള്ള ഫീച്ചേഴ്സ് ഒന്നും അല്ല പറയേണ്ടത്. പ്രോഡക്റ്റ് ഒക്കെ പിന്നെയാണ്. പ്രോഡക്റ്റ് ഒക്കെ പിന്നെ പായസം വെക്കുമ്പോൾ ഏലക്കായ ഇടുന്ന പോലെയാണ് പ്രോഡക്റ്റ് ഒക്കെ, അല്ലാണ്ട് ആദ്യം തന്നെ കൊണ്ടിടുകയല്ല പ്രോഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇനീഷ്യൽ കോണ്ടാക്ടിൽ കസ്റ്റമർ കുറുക്കി കൊള്ളുന്ന ഒരു 10 ഡയലോഗ് പഠിച്ചു വെക്കും. എന്റെ ഏത് പിന്നെ വീഡിയോ ക്ലാസ്സിൽ, നിങ്ങൾ ഏത് ട്രെയിനിങ് കോഴ്സിൽ ചേർന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരത്തക്ക രീതിയിലുള്ള ഡയലോഗുകൾ അതിനകത്ത് ഉണ്ടാവും. ഇനി അഥവാ ഇല്ലെങ്കിൽ ഈ സെഷൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു ബമ്പർ ലോട്ടറി തരുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്തിരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോണ്ടാക്ട് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമ്മള് നിങ്ങളുടെ കസ്റ്റമർ ആകുന്ന ഭഗവാനെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള മൂന്നാമത്തെ പടി എന്താ? ഇനീഷ്യൽ കോണ്ടാക്ടിൽ നന്നായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി അടുത്ത എന്താ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തോണം? അപ്പൊ ഈ ഇനീഷ്യൽ കോണ്ടാക്ടിൽ നമ്മൾ പറയുന്ന ഡയലോഗുകളൊക്കെ കേട്ടിട്ട് ഞെട്ടി വിറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ ബൈജു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നീഡ് അസസ് ചെയ്തോണം. കാരണം ചിലപ്പോ പല കസ്റ്റമർക്കും പല നീഡായിരിക്കും അല്ലെ, പല നീഡുകളായിരിക്കും അവർക്ക് ഉണ്ടാവും. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, ചിലർക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ നീഡ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രോസ്പെക്ടിന്, കസ്റ്റമർക്ക് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അയാൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ. പലപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് ഒന്നിൽ കൂടുതൽ നീഡുകൾ ഉണ്ടാവും. അത് നമ്മൾ തന്നെ വരച്ച് കാണിച്ചു കൊടുത്തോണം. മാപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ മാപ്പ് ഓഫ് ലൈഫ് വരയ്ക്കണം. നോക്കൂ സാർ, നിങ്ങളുടെ 48ാമത്തെ വയസ്സിൽ നിങ്ങളുടെ കുട്ടി ഹയർ സ്റ്റഡീസിന് പോവും. നിങ്ങളുടെ 52ാമത്തെ വയസ്സിൽ ഒരു ഫാദർ എന്ന രീതിയിൽ നിങ്ങളുടെ ഷുവർ ഇവന്റ് ആണ് നിങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത്. 60ാമത്തെ വയസ്സിൽ നിങ്ങൾ കാശ് എടുത്തു വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ റിട്ടയർമെന്റ് വരും. അങ്ങനെയൊക്കെ നമ്മൾ കസ്റ്റമറുടെ മുന്നിൽ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്തണം. അവർക്കറിയില്ല, കാശ് സമ്പാദിക്കുന്ന പല ആളുകൾക്കും അറിയില്ല ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ സമയത്ത് എന്തൊക്കെയാ ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് പല ജംഗ്ഷൻസിലും അവർ പകച്ചു നിൽക്കുകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം വരുമ്പോ, മാരേജ് വരുമ്പോ, റിട്ടയർമെന്റ് വരുമ്പോ പൈസ ഉണ്ടാക്കിയ ആളുകളും ഇല്ലാത്ത ആളുകളും ഒരുപോലെ പകച്ചു നിൽക്കുന്ന അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിൽ, ഒരു സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമ്മൾ അസസ്മെന്റ് ചെയ്ത് കൊടുത്തോണം. നീഡ് അസസ്മെന്റ്, നീഡ് അനാലിസിസ്. ദിസ് ഈസ് ദ 4th സ്റ്റെപ്പ്. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനിത് എന്തിനാ പറഞ്ഞു വരുന്നത്? ആദ്യമേ പറഞ്ഞു 6ാമത്തെ കൊല്ലത്തെ 2% കമ്മീഷൻ, കൂടുതലൊന്നും അങ്ങോട്ട് പോകണ്ട. 15ാമത്തെ കൊല്ലത്തെ ചെക്കിന്റെ കമ്മീഷൻ കിട്ടണമെന്ന് ഒന്നും ചിന്തിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഇന്നത്തെ മാർക്കറ്റിലെ സാഹചര്യം അനുസരിച്ച് ഞാൻ ചേർത്ത പോളിസിയിൽ 6ാമത്തെ കൊല്ലത്തെ അഡീഷണൽ 2% കമ്മീഷൻ കിട്ടണമെന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. വലിയ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നീഡ് അസസ്മെന്റ് ഈസ് ദ 4th സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് എന്താണ് ആവശ്യം ഇല്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? കച്ചവടം ചെയ്യാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു മാർക്കറ്റിൽ പോയി. അപ്പൊ ആ ഒരു മാർക്കറ്റിൽ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് മാർക്കറ്റാ. അവിടെ ഫിഷ്, ചിക്കൻ, മട്ടൺ, പോർക്ക്, ബീഫ് എല്ലാം ഉണ്ട്. അപ്പൊ ഒരാള് ആ സെയിൽസ്മാനോട് പറഞ്ഞു എനിക്ക് 2 കിലോ ചിക്കൻ വേണം. അപ്പൊ സെയിൽസ്മാൻ പറയണം അല്ല സാറേ ഫിഷ് വാങ്ങിക്കോ. അപ്പൊ ഇയാൾ വീണ്ടും പറയണ്ട അല്ല ചിക്കൻ വാങ്ങിയിട്ട് വരാനാ വീട്ടിൽ നിന്ന് പറഞ്ഞു. അല്ല സാറേ ഫിഷ് വാങ്ങിക്കോ, അടിപൊളി ഫിഷ് ആണെന്നൊക്കെ പറഞ്ഞു ഒരേ ക്യാൻവാസിങ്. അപ്പൊ അയാൾ മനസ്സില്ല മനസ്സോടെ
എന്നാ പിന്നെ 1 കിലോ ചിക്കനും 1 കിലോ ഫിഷും വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി. കാരണം ആ സെയിൽസ്മാൻ അങ്ങനെ അയാളെ ക്യാൻവാസ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ അതെന്താ ഈ ഫിഷ് വാങ്ങാൻ ഇത്രയും മാത്രം? എനിക്കറിയാം, അല്ല ബൈജോ ആവും, അതുകൊണ്ട് ഞാൻ ഫിഷ് വാങ്ങാൻ നിർബന്ധിച്ചതാണ്. ഇപ്പൊ ഫിഷ് വാങ്ങാൻ നിർബന്ധിച്ചതിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ ഫിഷ് അങ്ങനെ ആയി മാറി. അപ്പൊ അത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വേണ്ട. നമുക്ക് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം, കസ്റ്റമർ എന്താണോ നിങ്ങളുടെ മുന്നിൽ ആവശ്യപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമ്മളത് അനലൈസ് ചെയ്തിട്ട് അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ നോക്കാം. കുറെ പുതിയ പ്രോഡക്റ്റുകൾ, നമ്മുടെ പഴയ കുറെ പ്രോഡക്റ്റുകൾ മിനിഞ്ഞാന്ന് വീണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തുക. അപ്പൊ എന്ത് ചെയ്യുക? നീഡ് അനലൈസ് ചെയ്ത ശേഷം മാത്രമേ പ്രപ്പോസൽ പ്രസന്റേഷൻ കൊടുക്കാവൂ. എന്താണ്? കസ്റ്റമർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രപ്പോസൽ പ്രസന്റേഷൻ കൊടുക്കാവൂ. അപ്പൊ പ്രപ്പോസൽ പ്രസന്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ തുറക്കും, എന്നിട്ട് അതിൽ നിന്നൊരു PDF എടുത്തിട്ട് കസ്റ്റമറുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെ? അവിടെ വെച്ചിട്ട് ഇങ്ങനെ വേണ്ട, ധൃതി കൂട്ടണ്ട. ഇപ്പൊ നോക്കൂ, ഈ 4 സ്റ്റെപ്പ് കഴിയുമ്പോ ഞാൻ കസ്റ്റമറോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്ന് തരാം, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് പിന്നെ പോളിസി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനെ നിർബന്ധം പിടിക്കൊന്നും വേണ്ട. 1 or 2 സിറ്റിങ്ങിലൊക്കെ നമ്മൾ പോളിസിയൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ പ്രപ്പോസൽ പ്രസന്റേഷൻ ഭംഗിയായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ എങ്ങനെ പ്രസന്റേഷൻ കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് കസ്റ്റമർ അടയ്ക്കാനുള്ള ഡിസിഷൻ എടുക്കുക. എത്ര കാലം ഈ പോളിസി. അപ്പൊ പ്രസന്റേഷൻ അട്ട പിടിക്കുന്നത് പോലെ പിടിച്ചു കൊടുക്കണം എന്നാ ഞാൻ പറയാം. അട്ടട പിടുത്തമില്ലേ? കാരണം തീയൊക്കെ കാച്ചിയാലേ ചിലപ്പോൾ ഈ പിടിച്ച അട്ട വിടുള്ളൂ. അപ്പൊ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ ആണോ മറ്റു കാര്യങ്ങൾക്കാണോ ഇവിടെ നീഡ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, നീഡ് അസസ്മെന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമർ അത് കൃത്യമായിട്ട് അടയ്ക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് പ്രപ്പോസൽ പ്രസന്റേഷൻ ഈ 5ാമത്തെ സ്റ്റെപ്പായിട്ടാ വരിക. പക്ഷെ ഇപ്പൊ നമ്മൾ എത്രാമത്തെ സ്റ്റെപ്പായിട്ടാ പ്രപ്പോസൽ പ്രസന്റ് ചെയ്യുന്നത്? 500 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, എത്രാമത്തെ സ്റ്റെപ്പായിട്ടാ ഇപ്പൊ നിങ്ങൾ പ്രപ്പോസൽ പ്രസന്റ് ചെയ്യുന്നത്? ബിന്ദു മേഡം 1ാമത്തെ സ്റ്റെപ്പ് എന്ന് കൊണ്ട് അവിടെ നിന്ന് പൊന്തിച്ച് കാണിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ആദ്യത്തെ സ്റ്റെപ്പ് ഇല്ല, 2ാമത്തെ സ്റ്റെപ്പ് ഇല്ല, 3ാമത്തെ സ്റ്റെപ്പ് ഇല്ല, 4ഉം ഇല്ല. തട്ടിത്തടലാണ് ഈ തട്ടിത്തടഞ്ഞു വീഴുന്നതിന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പറയുന്ന ഒരു പേരാണ് ലാപ്സേഷൻ ആൻഡ് സറണ്ടർ. എന്താണ് ലാപ്സേഷൻ ആൻഡ് സറണ്ടർ എന്ന് പറയുന്നത്? ഈ പ്രസന്റേഷന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഈ പ്രപ്പോസൽ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ദെൻ അടുത്ത എന്താ? അങ്ങനെ പ്രപ്പോസൽ പ്രസന്റേഷൻ വരുന്ന സമയത്ത് 3ാമത്തെ എന്തായിരുന്നു? ഇനീഷ്യൽ കോണ്ടാക്ട്. 3ാമത്തെ എന്ന് പറയുന്നത് ഇനി ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ കോണ്ടാക്ട്. കാരണം ഈ നോക്ക്, പ്രോസ്പെക്ടിങ്ങും ലീഡ് ജനറേഷൻ സമയത്തൊന്നും കസ്റ്റമറെ കാണണമെന്ന് നിർബന്ധമില്ല. ഇതൊക്കെ കസ്റ്റമറെ കാണുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രോസസ്സാ. പക്ഷെ ഇനീഷ്യൽ കോണ്ടാക്ടിൽ അവിടെ നമ്മൾ ഫാക്ട് ഫൈൻഡിങ് നടത്തണം. ഇനീഷ്യൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫാക്ട് ഫൈൻഡിങ്. കസ്റ്റമർ എന്ത് ജോലി ചെയ്യുന്നു, അയാൾക്ക് എത്ര മക്കളുണ്ട്, അയാൾ എന്നാണ് റിട്ടയർമെന്റ്. ഫാക്ട് ഫൈൻഡിങ് സംഗതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കോഴ്സിലൊക്കെ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. നീഡ് അസസ്മെന്റ്, ദെൻ പ്രപ്പോസൽ പ്രസന്റേഷൻ. അങ്ങനെ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒബ്ജക്ഷൻ ധാരാളമായിട്ട് വരും. അവിടെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെയൊന്നും ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നടത്തരുത്. കാരണം നമ്മൾ അതൊരു സംവാദത്തിലേക്ക് തിരിയരുത്. കാരണം നമുക്ക് സെയിൽസ് ജയിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു സെഷൻ ബൈജൂസ് അക്കാദമിയുടെ 12ാമത്തെ 13ാമത്തെ സെഷനായിട്ടൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, ഇല്ലേ? 13, 14 സെഷനൊക്കെ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് മാത്രം. ഏതൊക്കെ ടൈപ്പ് കസ്റ്റമർ ഉള്ളത്, അപ്പൊ ആ കസ്റ്റമർ എങ്ങനെ, എന്തൊക്കെ ടൈപ്പ് കസ്റ്റമർ ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്ഷൻ പറയും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ ഒബ്ജക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, കസ്റ്റമർ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും പുതിയ ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നല്ല രീതിക്ക് അപ്പൊ ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആന്റിസിപ്പേറ്ററി ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ഇൻഷുറൻസ് പോളിസിയുടെ വിൽപ്പനയിൽ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന കുറെ ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ട്.
അപ്പൊ ഇതൊക്കെ പാക്ക് ചെയ്ത് പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർ പിന്നെ എന്തൊക്കെ ഒബ്ജക്ഷൻ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുൻകൂട്ടി നമ്മൾ അതൊക്കെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്ഷന്റെ എണ്ണം നമുക്ക് ക്രമാതീതമായിട്ട് കുറയ്ക്കാൻ പറ്റും. അതിനെയാണ് ആന്റിസിപ്പേറ്ററി ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ഇപ്പൊ നമുക്ക് പല ഏജന്റുമാരും ഒബ്ജക്ഷൻ ചോദിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ 42% ഏജന്റ്സ് പ്രസന്റേഷൻ നിർത്തുന്ന പറയാം. ഒബ്ജക്ഷനെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ 2025 വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നോർമൽ നിങ്ങളൊക്കെ പോകുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പഠിപ്പിക്കുന്ന ഒബ്ജക്ഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷൻ. പക്ഷെ ബൈജൂസ് അക്കാദമിയുടെ കോഴ്സുകൾക്കകത്ത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വളരെ വിശദമായിട്ട് നമ്മൾ എന്താ പറയാ കീറി മുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ചാമ്പ്യൻസ് ക്ലബ്ബിൽ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ അടുത്ത എന്താ? സെയിൽസ് ക്ലോസിംഗ്. ഇനി ഒബ്ജക്ഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആളുകൾക്കുണ്ട് ആദ്യത്തെ 6 സ്റ്റെപ്പ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകും, ചെക്ക് വാങ്ങുന്ന അവസാനത്തെ സെയിൽസ് ക്ലോസിംഗിൽ ഒന്ന് സ്റ്റക്ക് ആവും. അപ്പൊ ക്ലോസിംഗ് സ്ട്രാറ്റജി കൂടി നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം. അപ്പൊ അത് എന്തൊക്കെയാണ് ക്ലോസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ, കാരണം കസ്റ്റമറോട് പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ സാറേ ഇന്ന് ക്വാർട്ടർലി അടയ്ക്കാൻ പറ്റുമോ ഇയർലി അടയ്ക്കാം, അപ്പൊ കസ്റ്റമർ ചോദിക്കുന്ന പിന്നെ ഞാൻ ക്വാർട്ടർലി അടയ്ക്കാം, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പ്രസന്റേഷൻ നിൽക്കണ്ട, കാരണം അയാൾ വില്ലിംഗ് ആയി കഴിഞ്ഞു. അപ്പൊ ക്ലോസിംഗിന് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും ശ്രമിച്ചുകൊണ്ടിരിക്കണം. പല ആളുകൾക്കും ഇപ്പോഴും ക്ലോസിംഗ് ഒരു പ്രശ്നമാണ്. ധാരാളം ആളുകളെ കാണുന്നുണ്ട് സാറേ, പക്ഷെ കൺവേർഷൻ വളരെ കുറവേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്ലോസിംഗ് പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ക്ലോസിംഗ് സ്ട്രാറ്റജീസ് വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് 2025. ദെൻ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലേ? പോളിസി നമ്മള് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് ശരിക്കും കസ്റ്റമറും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കസ്റ്റമറെ ക്ലയന്റ് ആക്കി മാറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഈ 8ാമത്തെ സ്റ്റെപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 8 സ്റ്റെപ്പുകള് നമ്മൾ നോക്കുക. ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ നന്നായിട്ട് ചെയ്യണം അല്ലെ? ഇവിടെയൊക്കെ വളരെ ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ നന്നായിട്ട് ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് MDRT ഒക്കെ ആവുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഫ്റ്റർ സെയിൽ സർവീസ്. നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ നമുക്ക് ശത്രുവാകും, പിന്നെ അവർ നമ്മളുള്ള ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോ ഈ 8 സ്റ്റെപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു കസ്റ്റമറെ 2025 6ാമത്തെ വർഷത്തെ പ്രീമിയം അടച്ച് 2% എക്സ്ട്രാ വാങ്ങേണ്ട രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ 8 സ്റ്റെപ്പ് മനസ്സിലായോ? എന്തൊക്കെയാണ്? ഒന്നും കൂടെ സ്ലൈഡുകൾ കാണിക്കണോ? ഈ 8 സ്റ്റെപ്പിന്റെ സ്ലൈഡുകൾ ഒന്നുകൂടെ കാണിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഒന്ന് എസ് ടൈപ്പ് ചെയ്തേ. ഓക്കെ, 8ാമത്തെ സ്റ്റെപ്പ് ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. പിന്നെ സെയിൽസ് ക്ലോസിംഗ് ആണ് 7ാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യണം നിങ്ങൾ, പ്രപ്പോസൽ പ്രസന്റേഷൻ, നീഡ് അസസ്മെന്റ്, ഇനീഷ്യൽ കോണ്ടാക്ട്, പ്രോസ്പെക്ടിങ്. 1ാമത്തെ സ്റ്റെപ്പ് എന്താ? ലീഡ് ജനറേഷൻ അല്ലേ? അയ്യപ്പസ്വാമിയെ കാണാൻ 18 സ്റ്റെപ്പ് കയറണം, പക്ഷെ ഒരു നല്ലൊരു കസ്റ്റമറെ നിങ്ങൾക്ക് ക്ലയന്റ് ആയിട്ട് കിട്ടാൻ ഈ 8 സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ലീഡ് ജനറേറ്റ് ചെയ്യണം. ലീഡ് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പ്രോഡക്റ്റും സർവീസും വാങ്ങാൻ പറ്റുന്ന ആളുകളെ ഒരുപാട് വ്യക്തികളുടെ ഇടയിൽ നിന്ന് തെരഞ്ഞു പിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ലീഡ് ജനറേഷൻ എന്ന് പറയാം. അതിന് കുറെ ആക്ടിവിറ്റി ചെയ്യാം, സോഷ്യൽ മീഡിയയിലും ഫിസിക്കലായിട്ടും, നമുക്കൊരു പറ്റം ആളുകളെ വിളിച്ചിരുത്തി ക്ലാസ് എടുക്കലായിട്ടും, യൂട്യൂബിലായിട്ടും, മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് അത് അയച്ചു കൊടുക്കലായിട്ട് ധാരാളം ലീഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാം. 2ാമത്തെ പ്രോസ്പെക്ടിങ്, 3ാമത്തെ ഇനീഷ്യൽ കോണ്ടാക്ട്, 4ാമത്തെ നീഡ് അസസ്മെന്റ്, 5ാമത്തെ പ്രപ്പോസൽ പ്രസന്റേഷൻ, ദെൻ ഒബ്ജക്ഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തോണം. ക്ലോസിംഗ് ടെക്നിക്സ് നമുക്ക് തന്നെ ഒരു പോളിസി കിട്ടി വരെ നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്തോണം. ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറായിക്കോണം എന്നുള്ളതാണ് ഈ 8 സ്റ്റെപ്പ്. ഈ 8 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ ഇപ്പൊ നോക്ക്, നമുക്ക് നന്നായിട്ട് ബിസിനസ് കിട്ടുന്ന ചില സെഗ്മെന്റുകൾ ഉണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ സെഗ്മെന്റിൽ ഭയങ്കര പുലികളായിരിക്കും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ വിറ്റാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഏത് സെഗ്മെന്റിലാണോ നിങ്ങൾക്ക് പോളിസി വിൽക്കാൻ ഏറ്റവും ഈസി എങ്കിൽ നിങ്ങൾ ആ സെഗ്മെന്റിൽ കുറച്ചുകൂടി സമയം നമ്മൾ എന്ത് ചെയ്യുക? മാർക്കറ്റിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ 8 സ്റ്റെപ്പുകൾ നമ്മൾ കസ്റ്റമറുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും എല്ലാത്തിലും കിങ്ങുകളായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോളിസി കിട്ടുന്ന സെഗ്മെന്റ് ഏതാണെന്ന് ഇനി ഞാൻ പറയാൻ പോകുന്ന സെഗ്മെന്റുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് പിടിച്ചോണം അല്ലേ?
മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഇന്നത്തെ കാലത്ത് വളരെ എങ്കിലും ഒരു സ്ഥലത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടം. അപ്പൊ എന്നോട് പല ആളുകളും പറയുന്നുണ്ട് സാർ എല്ലാവരും ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റെക്ക് കുറവാകും. വീഡിയോ ഒന്ന് കുറച്ചു നേരം ഓഫ് ആക്കിയുണ്ട്. ഹരി, നമുക്ക് ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? സാറ് വൈഫൈയില് കൊടുത്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഫോണിൽ വൈഫൈ കണക്ട് ആയിട്ടുണ്ടോ? അതേ വൈഫൈ ഉണ്ടെങ്കിൽ അന്ന് ഓഫ് ചെയ്യും. ഫോണിൽ ആരും പക്ഷെ ഫോൺ നോക്കണില്ല. റെക്കോർഡിംഗ് ഓക്കെ. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതിലാണോ, അപ്പൊ നിങ്ങൾ വിറ്റ പോളിസികളിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന എവിടെയാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഒന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്തൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെന്റ് ആണ്? ഏറ്റവും ആവുന്ന ഒരു വലിയ പോളിസി, നമ്മുടെ ആയിക്കോട്ടെ, ഉത്സവം ആയിക്കോട്ടെ, അക്ഷയ് വരുന്നത് ഈ ഒരു പെൻഷൻ സെഗ്മെന്റിലാണ്. ഇതിലാണ് നിങ്ങൾ എക്സ്പേർട്ട് എങ്കിൽ ഇതിനകത്ത് എപ്പോഴും നമ്മൾ എന്താ പറയുക, നോക്കൂ, നമ്മൾ മാത്രമാണ് ഒരു പ്രത്യേക പർപ്പസ് പറഞ്ഞ ചെയ്യുന്ന പൈസ കൂടുതലായിട്ട് കിട്ടുന്ന പറയാം. കാരണം നമ്മൾ മാത്രമാണ് ഒരു പർപ്പസുമായിട്ട് കണക്ട് ചെയ്ത് കസ്റ്റമറെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ സംഗതികളിലും നമ്മൾ ഹരി ഒന്നും കൂടെ വോയിസ് ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് ക്ലോസ് ചെയ്തേ. എന്താണ് ഓക്കെ. അപ്പോ പെൻഷൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്, നിങ്ങൾക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ പോളിസി കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെൻഷൻ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിനകത്ത് വർക്ക് ചെയ്യും. ഇനി അടുത്ത സെഗ്മെന്റ് എന്താ? ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെ? ചിലർക്ക് ഏറ്റവും കൂടുതൽ പോളിസി അമൃതപാലൊക്കെ ആയിരിക്കും വിൽക്കാൻ പറ്റുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ പോളിസികൾ വിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള സെഗ്മെന്റിലാണെങ്കിൽ അതിനെ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ സെഗ്മെന്റിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുക. ദെൻ ടേം അഷുറൻസിന് ഇന്നത്തെ കാലത്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. സാർ ഇപ്പൊ ഓക്കെയാണ്, പ്രശ്നമില്ല, ഇപ്പൊ കറക്റ്റാ. അല്ല, പ്രോബ്ലം എന്റെ സൈഡിൽ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല സാറ്. സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ പ്രശ്നം വന്നിട്ടില്ല. എനിക്കെന്താ ഇവർ കുറെ പേര് ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ ചാറ്റ് ബോക്സിൽ അയക്കുമ്പോഴേ ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നു. ഇല്ല സാർ, ഇപ്പൊ കുഴപ്പമില്ല. അപ്ലൈ സ്റ്റാർട്ട് ചെയ്യപ്പോ പ്രശ്നമില്ല, ഇപ്പൊ സ്മൂത്ത് ആണ്. ഓക്കെ ആണോ? ഓക്കെയാണ്, ഓക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും നിങ്ങൾ ഇരിക്കൂ. നമുക്ക് അങ്ങനെ ഓവറായിട്ട് ബ്രേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. നമ്മുടെ വീട്ടിൽ, എന്റെ ഓഫീസിൽ തന്നെയല്ലേ PPT ഇരിക്കുന്നത്. നിങ്ങൾ ഡോണ്ട് വറി അബൌട്ട്. നോക്കൂ നിങ്ങൾ കേട്ടോ. നമുക്കത് വീണ്ടും നമുക്ക് എടുക്കാനുള്ള അവസരമുണ്ട്. ഇതേ PPT എന്റെ കയ്യിലുണ്ട്. ഒന്നും പേടിക്കേണ്ട, നാളെ നമ്മൾ വീണ്ടും എടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേ ഡയലോഗുകൾ ഇതേപോലെയൊക്കെ ചിലപ്പോൾ വരണമെന്നൊന്നുമില്ല, ചിലപ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ടേം അഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഈ ടേം അഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്തോണം. കാരണം ടേം അഷുറൻസിനും യൂലി പ്ലാനുകൾക്കും ഒക്കെ ഭയങ്കര അധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ടേം അഷുറൻസ് വെച്ചാൽ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു. ആരെങ്കിലും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബൈജൂസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കണം എന്ന് പറയുന്ന ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് കാണാം. ഇനീഷ്യലായിട്ട് ഒരു കസ്റ്റമറെ ഇംപ്രസ് ചെയ്യത്തക്ക രീതിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ യൂലി പ്ലാൻസ്, പണ്ടത്തെ പോലെയൊന്നുമല്ല യൂലിപ്പൊക്കെ. ഇന്ന് യൂലിപ്പൊക്കെ ധാരാളം മറ്റുള്ള കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ യൂലിപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ പോലെ യൂലിപ്പ് വിറ്റ പ്രശ്നം വരുന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. വൺ ഓഫ് ദ ബെസ്റ്റ് പോളിസികളാണ് LICക്ക് ഉള്ളത്. LICയുടെ യൂലി പ്ലാനുകളൊക്കെ വളരെയധികം, ഇൻഡെക്സ് പ്ലസ് ഒക്കെ വളരെ ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത്. പെൻഷൻ പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലസ് ഉണ്ട്, നമ്മളുടെ SIIP ഉണ്ട്, നിവേഷ് പ്ലസ് ഉണ്ട്. അങ്ങനെ കുറെ യൂലി പ്ലാനുകളുണ്ട്. ആ സെഗ്മെന്റിൽ നിന്നൊന്നും നമ്മൾ മാറി നിൽക്കരുത്. കാരണം നമ്മൾ മാറി നിന്നാൽ മറ്റുള്ള ആളുകൾ അത് ആ മാർക്കറ്റ് ടാപ്പ് ചെയ്യും. അതുകൊണ്ട് അത് ഒരു സെഗ്മെന്റ് ആയിട്ട് എടുക്കുക. ദെൻ ഷോർട്ട് ടേം പോളിസികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഷോർട്ട് ടേം പോളിസികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറയാനുള്ള കാരണം
അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ഞങ്ങളുടെ കയ്യിൽ 60 മാസം അടച്ചാൽ പെൻഷൻ കിട്ടുന്ന, 60 മാസം അടച്ചാൽ നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന, 60 മാസം മാത്രം അടച്ചാൽ ഒരു വലിയ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നിങ്ങൾ വിറ്റ പോളിസികളിൽ ഏറ്റവും കൂടുതൽ പോളിസികൾ ഏതിനകത്താണോ നിങ്ങൾ വിറ്റിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ സെഗ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനകത്ത് വീണ്ടും വീണ്ടും വലിയ വലിയ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ചെയ്തോണം. അല്ലാതെ കാണുന്ന ആളുകളോടൊക്കെ ഒരു പ്രത്യേക പോളിസിയോട് പ്രേമം വെച്ചിട്ട് നമ്മൾ ക്യാൻവാസിങ്ങിന് ഇറങ്ങരുത്. ജീവൻ ലാബിനോട് മാത്രം ഇഷ്ടമുള്ള ആളുകൾ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, പെൻഷൻ മാർക്കറ്റ് വൺ ഓഫ് ദ, ഇന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ വരുന്നുവെങ്കിൽ അതിന്റെ ഒറ്റ റീസൺ ഈ പെൻഷൻ മാർക്കറ്റ് അധികം ടാപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ വലിയൊരു മാർക്കറ്റാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് വലിയൊരു മാർക്കറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു കമ്പനിയെ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ നിങ്ങൾക്ക് പ്രസന്റേഷനിലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ പുറത്തും നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകളിലൊക്കെ പെൻഷൻ മാർക്കറ്റിനെ കുറിച്ചും ചൈൽഡ് എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ എല്ലാ കോഴ്സിനകത്തും ഉണ്ട്. അപ്പൊ മാർക്കറ്റ് നമ്മൾ സെഗ്മെന്റ് ചെയ്യാം. പിന്നെന്ത് വേണം? പിന്നത്തെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ലവ് വിത്ത് ടെക്നോളജി, ഇല്ലേ? ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നോക്കും, ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് സൂം എന്ന ടെക്നോളജി വെച്ചിട്ടാ, ക്യാമറ ഒക്കെ വെച്ചിട്ട്. ഇല്ലെങ്കിൽ എനിക്ക് ഈ സമയത്ത് 9 മണിക്ക് ക്ലാസ് നടത്താൻ പറ്റില്ല, ഞാൻ ഓഫ്ലൈൻ മാത്രമേ എടുക്കൂ എന്ന് വാശി പിടിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നടക്കില്ല. കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ടെക്നോളജിയെ പ്രണയിക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ആനന്ദയിലൂടെ നമുക്ക് പോളിസി ചെയ്യണം. ആളുകൾക്ക് ഓൺലൈനിലൂടെ പ്രീമിയം അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. ഓൺലൈനിലൂടെ പ്രീമിയം പെയ്ഡ് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാം. കാരണം ഓഫീസിൽ പോകാതെ എല്ലാ പരിപാടികളും ചെയ്യാനുള്ള മൊബൈൽ ആപ്പുകളുടെ പണിപ്പുരയിലാണ് LIC നിൽക്കുന്നത്. അതുകൊണ്ട് ടെക്നോളജിയെ പ്രണയിച്ചോണം 2025. ഇനി ആരെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സംഗതി നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. അപ്പൊ അടുത്ത ഒരു സംഗതി എന്ന് പറയുന്നത് എന്താ? ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ആനന്ദയൊക്കെ പഠിക്കുക. ആനന്ദയ്ക്ക് വേണ്ടി ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ LIC സംഘടിപ്പിക്കുന്നുണ്ട്. കാലിക്കറ്റ് ഒക്കെ ട്രെയിനിങ് ഉണ്ട്, ബ്രാഞ്ചുകളുടെ ട്രെയിനിങ് ഉണ്ട്. ആനന്ദയിലൂടെ പോളിസി ചെയ്യുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് അതിന് വേണ്ട ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഒക്കെ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം ഇത് നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പോ ഒരു നിധി ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇൻഷുറൻസ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിധി ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ നേരത്തെ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് ഒരു മണ്ണൊക്കെ, ഒരു സ്ഥലത്ത് ഒരു സ്വർണത്തിന്റെ തിളക്കം കണ്ടു. അദ്ദേഹത്തിന്റെ ആ കൃഷിയിടത്തിൽ ഇങ്ങനെ ആ പറമ്പിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. കൃഷിയിടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ സ്വർണത്തിന്റെ ഒരു തിളക്കം കണ്ടു. അപ്പൊ പരിശോധിച്ചപ്പോ മൂപ്പർക്ക് കുറച്ച് ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോ മൂപ്പർക്ക് മനസ്സിലായി ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ സ്വർണം കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന്. പക്ഷെ സ്വർണം കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കുഴിച്ചെടുക്കാനുള്ള എക്യുപ്മെന്റ് വാങ്ങാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഒരു അമ്മാവനോട് ഇങ്ങനെ ചോദിച്ചു, എന്റെ സ്ഥലത്ത് ഇങ്ങനെ സ്വർണം കുഴിച്ചാൽ സ്വർണം കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്കൾ കുറച്ച് പണം തന്ന് സഹായിക്കുകയാണെങ്കിൽ നമുക്കത് കുഴിച്ചെടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അമ്മാവന്റെ അടുത്ത് കയ്യിൽ എത്ര പൈസ ഇല്ല, അമ്മാവനും കുറച്ച് പൈസ കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സും ഒക്കെ കുറച്ച് പൈസ കൊടുത്തിട്ട് അതിന് വേണ്ട എക്യുപ്മെന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് സ്വർണത്തിന്റെ ഖനനം ആരംഭിച്ചു. അങ്ങനെ കുറെ കുഴിച്ചു പോയപ്പോ കുറച്ച് സ്വർണത്തിന്റെ തരികൾ കിട്ടി. അങ്ങനെ ആ സ്വർണത്തിന്റെ തരികൾ ഇങ്ങനെ അരിച്ചെടുത്ത് അദ്ദേഹം സ്വർണമാക്കിയിട്ട് അത് വിറ്റപ്പോ അദ്ദേഹത്തിന്റെ കടത്തിന്റെ പകുതിയൊക്കെ വീടി. ആ സാധനങ്ങൾ വാങ്ങിച്ചതിന്റെ പകുതി കടമൊക്കെ അദ്ദേഹത്തിന് വീട്ടാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കാര്യം. പക്ഷെ ആ കുറച്ച് മാത്രം കിട്ടിയിട്ട് പിന്നെ കുഴിച്ചു നോക്കുന്ന സമയത്ത് യാതൊന്നും കിട്ടാനില്ല. എത്ര തന്നെ കുഴിച്ചിട്ടും പിന്നെ സ്വർണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഭയങ്കര നിരാശയായിട്ട് അവസാനം അദ്ദേഹം പിന്മാറാൻ തീരുമാനിച്ചു. കാരണം ഇനിയിപ്പോ ഇത് കുഴിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്വർണം കുഴിച്ചെടുക്കാനായിട്ട് വാങ്ങിയ ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ പണിയായുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അടുത്തുള്ള ഒരു ആക്രിക്കടക്കാരന് കൊണ്ടുകൊടുത്തു. പഴയ ഇരുമ്പും മറ്റു സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ആക്രിക്കടക്കാരന് കൊണ്ടുകൊടുത്തു. അപ്പൊ ആക്രിക്കടക്കാരൻ ചോദിച്ചു, ഇതെന്താ ഈ സാധനമൊക്കെ വിൽക്കുന്നതല്ല, ഞാനിങ്ങനെ സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്,
കുഴിച്ചു നോക്കിയപ്പോൾ കുറച്ചൊക്കെ കിട്ടി, പക്ഷെ പിന്നെ എത്ര കുഴിച്ചിട്ടും കിട്ടാനില്ല എന്ന് പറഞ്ഞ് ആ സംഗതിയൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആക്രി കച്ചവടക്കാരന്റെ മനസ്സിൽ ഒരു ആശ ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും അയാൾ വിട്ടിട്ട് പോയിട്ടുണ്ടാവുക? ഒന്നും കൂടി അവിടെ ചെന്ന് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ മൂപ്പർ അന്വേഷിച്ചിട്ട് മൂപ്പർ ഈ ആക്രിയിൽ കൊണ്ടുവിട്ട് ചെറുപ്പക്കാരനോട് അനുവാദം വാങ്ങിയിട്ട് അങ്ങേര് അത് കുഴിച്ചെടുക്കാനുള്ള ഒരു തീരുമാനമൊക്കെ ആയിട്ട് അങ്ങേര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, പക്ഷെ അവിടെ വേറെ ഈ മൈനിങ് എഞ്ചിനീയറെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. മൈനിങ് എഞ്ചിനീയർ ഉണ്ടല്ലോ, ഇത് കുഴിച്ചെടുത്താൽ കിട്ടാനുള്ള സാധ്യത, നമ്മൾ കുഴൽക്കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് വെള്ളം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവരുന്ന പോലെ ഒരു മൈനിങ് എഞ്ചിനീയറെയൊക്കെ കൊണ്ട് കാണിച്ചപ്പോ മൈനിങ് എഞ്ചിനീയർ പരിശോധനയൊക്കെ നടത്തിയിട്ട് എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 അടി കൂടി കുഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ധാരാളം സ്വർണം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മൈനിങ് എഞ്ചിനീയർ പറഞ്ഞു. ഹരി, വോയിസ് ഓക്കെ അല്ലേ? ഓഡിയോ പോയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടല്ലോ. നിരഞ്ജന ഓക്കെ ആണോ? ഡബിൾ ഓക്കെ കൊടുത്തേ. ഓക്കെ ആണ്. ഓക്കെ, ശരി. അപ്പൊ ഓഡിയോ പോയത് അവിടെ എവിടെയെങ്കിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പോ ഈ മൈനിങ് എഞ്ചിനീയർ പറഞ്ഞു 3 അടി കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർണം കിട്ടാനുള്ള വളരെയധികം സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അവര് 3 അടി കൂടെ കുഴിച്ചു. അവിടെ വലിയൊരു സ്വർണശേഖരം കണ്ടെത്തി. ആ സ്വർണശേഖരം കണ്ടെത്തി എന്ന് മാത്രമല്ല, ആ ആക്രി കച്ചവടക്കാരുടെ മൈനിങ് എഞ്ചിനീയറും ഭയങ്കര സമ്പന്നനായി. അപ്പൊ ഇതറിഞ്ഞപ്പോ ഈ ആക്രിക്കടയിൽ സാധനം കൊണ്ടുകൊടുത്ത ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. പക്ഷെ വിട്ടുകൊടുക്കാൻ തീരുമാനം ഉണ്ടായിരുന്നില്ല. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസി എടുത്തു. ഇൻഷുറൻസ് ഏജൻസി, കാരണം നമ്മളിത് അനുവാദം കൊടുത്ത ആക്രി കച്ചവടക്കാരൻ മറ്റേ ആൾക്ക് അത് കൊടുത്തു. ഇനി അവിടെ പോയിട്ട് സ്വർണം കിട്ടുന്നത് കൊണ്ട് കുഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസിന്റെ ഏജൻസി എടുത്തു. അങ്ങനെ അവൻ ദിവസങ്ങളോളം ആളുകളെ ചെന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ആളുകളൊക്കെ ചെന്ന് കാണുമ്പോൾ പല ആളുകളും അവനെ റിജക്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ ആളുകൾ റിജക്ട് ചെയ്യുമ്പോഴൊക്കെ അവന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അവൻ മനസ്സിൽ കുറിച്ചിട്ട് ഒരു വാചകം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ബ്രെയിൻ ഈസ് എ ഗോൾഡ് മൈൻ. കാരണം ആ സ്വർണം കുഴിച്ചെടുക്കുന്നതിൽ അവൻ കാണിച്ച തിടുക്കം കൊണ്ട് വെറും 3 അടി മാത്രം കുഴിച്ചെടുത്തിരുന്നെങ്കിൽ വളരെയധികം സ്വർണം കിട്ടുന്ന ആ സംഭവം ക്വിറ്റ് ചെയ്തിട്ട് അവൻ ഇൻഷുറൻസ് ഏജൻസിയിലേക്ക് വന്നത്. അപ്പോ അവൻ അന്ന് എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ, എന്ത്? മൈ ബ്രെയിൻ ഈസ് എ ഗോൾഡ് മൈൻ. മണ്ണിൽ വിളയുന്നതിനേക്കാൾ സ്വർണം വിളഞ്ഞിട്ടുള്ളത് മസ്തിഷ്കത്തിലാണ്. എന്താണ്? മണ്ണിൽ വിളഞ്ഞതിനേക്കാൾ സ്വർണം വിളഞ്ഞിട്ടുള്ളത് മസ്തിഷ്കത്തിലാണ്. 3 അടി അകലെയാണ് എന്റെ സ്വർണ്ണഖനി. കാരണം ഓരോ കസ്റ്റമറെ, ഓരോ പ്രോസ്പെക്റ്റിനെ കണ്ട് അവർ റിജക്ട് ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ അവൻ ഒരു വാചകം പറയുമായിരുന്നു, 3 അടി അകലെയാണ് എന്റെ സ്വർണ്ണഖനി. വീണ്ടും 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 അവൻ കസ്റ്റമേഴ്സിനെ വീണ്ടും കണ്ടു തുടങ്ങി. ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണഖനി ഉണ്ടായിരുന്ന ആ ആക്രി കച്ചവടക്കാരനേക്കാൾ, ആ മൈനിങ് എഞ്ചിനീയറിനേക്കാൾ കൂടുതൽ വലിയൊരു സമ്പന്നനായിട്ട് ആ ഒരു ഇൻഷുറൻസ് ഏജന്റ് മാറി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു സ്റ്റോറി. അപ്പൊ ഓരോ ആളുകളെ 2025 നിങ്ങൾ ചെന്ന് കണ്ട് അയാൾ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തോണം, 3 അടി അകലെയാണ് എന്റെ സ്വർണ്ണഖനി. ആ 3 അടി അകലത്തേക്ക് നടന്നു പോവാനുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ സ്വർണ്ണഖനി ഒളിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഇൻഷുറൻസ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോ മണ്ണിൽ വിളയുന്നതിനേക്കാൾ സ്വർണം നമ്മളുടെ തല കൊണ്ട് നമ്മൾ ചിന്തിക്കണം. വീണ്ടും നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഈ സ്വർണ്ണഖനി കുഴിച്ചെടുക്കാനുള്ള ഇൻഷുറൻസ് ഏജൻസി എന്ന് പറയുന്ന സ്വർണ്ണഖനി. അപ്പൊ എപ്പോഴും ഒരാൾ നിങ്ങളെ റിജക്ട് ചെയ്യുമ്പോൾ, ഒരു നോ കേൾക്കുന്ന സമയത്ത്, ഇല്ലേ, എനിക്ക് പോളിസി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യം എന്താണ്? 3 അടി അകലെയാണ് എന്റെ സ്വർണ്ണഖനി. ആ 3 അടി കൂടി മുന്നോട്ട് നടക്കാനുള്ള ഒരു പ്രയത്നം ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 496 ആളുകൾ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2025 വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ 3 അടി നിങ്ങൾക്ക് മുന്നോട്ട് നടക്കണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 4 ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 4 ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഇൻഷുറൻസ് അഡ്വൈസർ. എന്താണ്? 4 ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ഇൻഷുറൻസ് അഡ്വൈസർ. എന്തൊക്കെയായിരിക്കണം ക്വാളിറ്റി? ദ ഫസ്റ്റ് ക്വാളിറ്റി ഈസ് പവർ ഓഫ് ഡിറ്റർമിനേഷൻ. ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കണം. എന്താണ് ഇച്ഛാശക്തി എന്ന് പറയില്ലേ? ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും മറ്റേ ഇൻഷുറൻസ് ഏജന്റ് ഞാൻ കഥയിൽ പറഞ്ഞതുപോലെ 3 അടി കൂടി മുന്നോട്ട് നടക്കാനുള്ള ഒരു ഇച്ഛാശക്തി. എന്തൊക്കെ തന്നെ ഉണ്ടായാലും ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയുന്ന പവർ ഓഫ് ഡിറ്റർമിനേഷൻ. ഫസ്റ്റ് ക്വാളിറ്റി എന്താ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഈസ്
പവർ ഓഫ് ഡിറ്റർമിനേഷൻ. എന്തൊക്കെ തടസ്സങ്ങൾ നോക്കൂ, ഒരുപാട് തടസ്സങ്ങൾ 2024 നമുക്ക് വന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് MD ആയിട്ട് ചെയ്ത ബിന്ദു മാഡത്തിനെ പോലുള്ള ആളുകൾ ഇവിടെ ഏറ്റവും വലിയൊരു റോൾ മോഡൽസാ. ആ ഇച്ഛാശക്തിയാണ് അവരെ മുന്നോട്ട് പോയത്. അവർക്ക് നമ്മൾ മനസ്സിൽ കണ്ട എല്ലാ പ്രതിസന്ധികളും അവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ 3 അടി കൂടി മുന്നോട്ട് നടന്നാൽ എന്റെ സ്വർണ്ണഖനി കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആ ഒരു ഇച്ഛാശക്തി ഉള്ളത് കൊണ്ടാണ് പലർക്കും അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. ദ സെക്കൻഡ് തിങ് ഈസ് പവർ ഓഫ് കൺസിസ്റ്റൻസി. ഇനി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ സക്സസ് ആവാൻ പറ്റൂ. പലർക്കും ഇല്ലാതിരിക്കുന്നതും അതാണ്. ഒരാളെ കണ്ട് അടുത്ത ആളെ കണ്ട് രണ്ടാളെ കാണുമ്പോഴേക്കും നിർത്തിവെക്കും. പവർ ഓഫ് കൺസിസ്റ്റൻസി. ബിസിനസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇല്ലേ, നമ്മൾ ആ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുക. കൺസിസ്റ്റൻസി ഈസ് വാട്ട് ട്രാൻസ്ഫോംസ് ആവറേജ് ടു എക്സലൻസ് എന്നാ പറയാ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും? എക്സലന്റ് ആയിട്ട് അയാൾ മാറും. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒബ്ജക്ഷൻ കേൾക്കും നിങ്ങൾ. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പവർ ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഒരു ദിവസം വർക്ക് ചെയ്യുക, പിന്നെ 9 ദിവസം വർക്ക് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യരുത്. പവർ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ പൊയ്ക്കോണം. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. മൂന്നാമത്തെ കാര്യം എന്താ? പവർ ഓഫ് ആക്ഷൻ. അല്ലെ, നിറയെ ട്രെയിനിങ് ഒക്കെ കേൾക്കും, നിറയെ ട്രെയിനിങ്ങിന് പോകും, നിറയെ ട്രെയിനേഴ്സിന് കാശ് കൊടുക്കും, നിറയെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും. പക്ഷെ ഇൻഫർമേഷൻ കളക്ടർ മാത്രമായിട്ട് മാറരുത്. നമ്മൾ എന്ത് ചെയ്തോണം? ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ പവർ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ പവർ ഓഫ് ആക്ഷൻ നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് നോളേജ് ആണ്. പവർ ഓഫ് നോളേജ്. കാരണം ഇനി അറിവും ആത്മവിശ്വാസവും മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ. 2025 നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിക്കകത്ത് നല്ല നോളേജ് ഉള്ള ഒരാളായിട്ട് മാറുക. പവർ ഓഫ് നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന് പവർ ഓഫ് ആക്ഷൻ, പവർ ഓഫ് കൺസിസ്റ്റൻസി, പവർ ഓഫ് ഡിറ്റർമിനേഷൻ. അല്ലെ, അതായത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. കാരണം ഡിറ്റർമിനേഷൻ വേണം, അതുപോലെ തന്നെ നോളേജ് വേണം, ആക്ഷൻ വേണം, സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹത്തിനുള്ള ഒരു ശക്തി, സ്ഥിരമായിട്ട് അത് ചെയ്യാനുള്ള കൺസിസ്റ്റന്റ് പെർഫോമർ. കൺസിസ്റ്റന്റ് ആയിട്ട് പോളിസി കിട്ടിയോ കിട്ടിയില്ലേ, ഫീൽഡിൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ പോളിസി കിട്ടിയോ കിട്ടിയില്ലേ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി വേണം, അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട്. ഇവിടെ നിങ്ങൾ ഇനി അതായത് പവർ ഓഫ് നോളേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഞാനിവിടെ സെഗ്മെന്റേഷൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകളെ കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൈജൂസ് അക്കാദമി സാധാരണ നമ്മൾ ജനുവരിയിൽ നമ്മുടെ LICയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് വലിയൊരു ബമ്പർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളെ നോക്കിക്കോളൂ എന്താന്നുള്ളത്. ഇനി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ 495 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 495 പേരും എൻഡ് വരെ ഉണ്ടാവണം. നിങ്ങളെ ആരെയും തന്നെ കോഴ്സിനകത്തേക്ക് നമ്മൾ ക്ഷണിക്കണമെന്നില്ല, നോക്കിക്കോളും. കാരണം ഏറ്റവും കൂടുതൽ ലീഡ് ജനറേറ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് കിട്ടാനും പറ്റുന്ന ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബൈജൂസ് അക്കാദമി ഇത്തവണ ജനുവരിയിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു സെൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ആഴ്ചകളോളം വരുന്ന വീക്ക്ലി എല്ലാ ആഴ്ചയും 15 ആഴ്ചയുടെ ഒരു കോഴ്സാണ്. അവിടെ നമുക്ക് 8 മണി തൊട്ട് എല്ലാ ചൊവ്വാഴ്ചയും 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും 8 മണി തൊട്ട് 9:30 വരെയാണ്. റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. പ്രസന്റേഷൻ ആവശ്യമായിട്ടുള്ള 2 വിഷ്വൽ എയ്ഡ്, ഏകദേശം 1500 രൂപ വില വരുന്ന വിഷ്വൽ എയ്ഡ് നിങ്ങൾക്ക് കിട്ടും. 25 മാർക്കറ്റിംഗ് പോസ്റ്റേഴ്സ് കിട്ടും. വിഷ്വൽ എയ്ഡ് ഇതാണ് കേട്ടോ, കസ്റ്റമറുടെ മുമ്പിൽ കാണിക്കാനുള്ളതിന് ഏകദേശം 1500 രൂപ വില ഉണ്ട്. അപ്പൊ ഈ വിഷ്വൽ എയ്ഡുകൾ നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ 25ഓളം മാർക്കറ്റിംഗ് പോസ്റ്റേഴ്സ്, ഇതേപോലെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ, മെയിൽ ID ഒക്കെ വെച്ചിട്ട് കിട്ടുന്ന മാർക്കറ്റിംഗ് പോസ്റ്റേഴ്സ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ പലർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു. സാറേ ഹെൽത്ത് ഇൻഷുറൻസ് ആകുമ്പോൾ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി കിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ തരുന്ന ഒരു ഓഫർ ബോണസ് എന്താന്ന് പറഞ്ഞ ബമ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ കൊയ്ത്തുത്സവം നടക്കുന്ന ഒരു മാസമാണ് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് JFM മന്ത് എന്നാ പറയുക. ഏറ്റവും കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന മാസമാണ്. നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോഴ്സിൽ ചേരുന്ന ആളുകൾക്ക് JFM സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന 15 സെഷൻ വരുന്ന ഒരു കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്.
നിങ്ങൾ അതായത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോഴ്സിന് നിങ്ങൾ ചേരുന്ന സമയത്ത് ഈ കോഴ്സ് നിങ്ങൾക്ക് അബ്സല്യൂട്ട് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. 15 റെക്കോർഡഡ് കോഴ്സ് ആണ് ഇത്. നമ്മുടെ മൊബൈൽ ആപ്പിനകത്ത് റെക്കോർഡിംഗ് ആയിട്ട് വരും. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോഴ്സ് എന്ന് അവസാനിക്കുന്നോ അന്ന് വരെയും ഈ ക്ലാസ് നമ്മളുടെ ബൈജൂസ് അക്കാദമിയുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഉണ്ടാവും. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കോഴ്സ് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസിൽ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യേണ്ടെന്നുള്ള JFM സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന 15 സെഷൻ വരുന്ന ക്ലാസ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഫീസ് 9,999 രൂപയാണ്. പക്ഷെ ഏർലി ബേർഡ് ഓഫർ നമുക്കുണ്ട്. 7,500 രൂപ അടച്ചാൽ മതി. അത് ഏകദേശം 7,500 രൂപ അടയ്ക്കുമ്പോൾ ഏർലി ബേർഡ് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ ചാമ്പ്യൻസ് ക്ലബിലുള്ള ആളുകൾ 6,000 രൂപ അടച്ചാൽ മതി. ഗ്രോമാക്സ് ക്ലബിലുള്ള ആളുകൾ 6,500 രൂപ അടച്ചാൽ മതി. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിനേക്കാൾ ബോണസ് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ JFM സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന 15ഓളം ക്ലാസ്സുകൾ വരുന്ന കോഴ്സ് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധം. മറ്റേ നമ്മൾ നടത്തുന്ന കോഴ്സ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആണ്. പക്ഷെ ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കോഴ്സ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇത് ഏകദേശം കോഴ്സായിട്ട് നടത്തുകയാണെങ്കിൽ ഒരു 7,500 രൂപ വാങ്ങേണ്ടതാണ്. പക്ഷെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീ ആണ്. അപ്പോൾ 9,999 പകരം ഏർലി ബേർഡ് ഓഫർ 7,500 രൂപയിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക, മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യുക. ഇന്ന് വരെ കേരളത്തിൽ ഒരു ട്രെയിനറും ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് കോഴ്സ് നടത്തിയിട്ടില്ല. ഒരു പ്രത്യേക കമ്പനിക്ക് വേണ്ടി ഞാൻ കോഴ്സ് നടത്തുന്നില്ല. പ്ലാനുകൾ നമ്മൾ അതിനകത്ത് പറയുന്നില്ല. ഇവിടെ ആരോ ചോദിക്കുന്നത് കണ്ടു, ഇപ്പൊ നമുക്ക് ഏതാ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതെന്ന്. പക്ഷെ ഇപ്പോ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും പല ആളുകളും ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പല പല കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കോഴ്സ് നടത്തുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഈ കോഴ്സ്, അവിടെയും 15 സെഷനാണ് ഉണ്ടാവുക. ഈ 15 സെഷനുള്ള കോഴ്സ് നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വരെ കിട്ടുന്നോ അതുവരെ നിങ്ങൾക്ക് കിട്ടും. നോർമലി ആയിട്ടുള്ള ഒരു ഫീസേ ഉള്ളൂ 7,500 രൂപ. ചാമ്പ്യൻസ് ക്ലബിലുള്ള ആളുകൾ 6,500 രൂപ അടച്ചാൽ മതി. അല്ല, ഗ്രോമാക്സിലുള്ള ആളുകൾ 6,500 രൂപ അടച്ചാൽ മതി. ചാമ്പ്യൻസ് ക്ലബിലുള്ള ആളുകൾ 6,000 രൂപ അടച്ചാൽ മതി. വിഷ്വൽ എയ്ഡിന് ഏകദേശം 1,500 രൂപ വില വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരും. ഇതേപോലെ ഇങ്ങനെ കസ്റ്റമറുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കാണിക്കാനുള്ള, ഇതുപോലെ പ്രസന്റേഷൻ കൊടുക്കാനുള്ള വിഷ്വൽ എയ്ഡ് ഇതിനകത്തുണ്ട്. എന്തിനു വേണ്ടി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അങ്ങനെയുള്ള സംഗതിയാണ്. ഇത് പോസ്റ്റലായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പൊ മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യുക. ബൈജൂസ് അക്കാദമിയുടെ പുതിയ സംഗതിയിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാവും. ഇതാണ് എന്റെ ഗൂഗിൾ പേ നമ്പർ. അതിൽ കിട്ടുന്നില്ലെങ്കിൽ ഈ നമ്പറിൽ അയക്കാം. സ്കാനർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുക്കം 2025 എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ ഈ 2 കോഴ്സുകൾക്കും കൂടി വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസുകൾ, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ വിഷ്വൽ എയ്ഡ് ഉണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്. ഇനി എന്തൊക്കെയാണോ നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടത് അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഈ പ്ലാറ്റ്ഫോമിലുള്ള സൗണ്ടിന് എന്തോ ഒരു തടസ്സം വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കട്ടെ. അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സെഷൻ നടത്താൻ പ്രശ്നമൊന്നുമില്ല. അപ്പോ ഇന്ന് ഇവിടെ വന്ന എല്ലാ ആളുകൾക്കും 2025 വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ഒരുങ്ങുക. ആ ഒരുക്കത്തിന് വേണ്ടി ബൈജൂസ് അക്കാദമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇന്ന് വരെ കേരളത്തിൽ ഒരു ട്രെയിനറും ചെയ്യാത്ത പല കണ്ടന്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് വിൽക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു.